എത്രയോ മനുഷ്യർ വി എസിനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ, വി എസിനെ പോലെ പോരാടിയിരുന്നെങ്കിൽ എന്ന് കരുതുന്നവരുണ്ടാവും. നമ്മുടെ നാടിനെ നിലയ്ക്ക് നിർത്താൻ വി എസിനെ പോലെ ഒരു മനുഷ്യനെ നമുക്ക് ആവശ്യമായിരുന്നു. ആ ഉശിരിന്റെ പേരായിരുന്നു വി എസ്. ഒരു വർഗീയ സംഘടനയോടും വിട്ടുവീഴ്ച ചെയ്തില്ല, ഒരു മർദ്ദിതനോടും ഒരു മർദ്ദകനോടും വിട്ടുവീഴ്ച ചെയ്തില്ല, ഒരു പീഡകനോടും വിട്ടുവീഴ്ച ചെയ്തില്ല. കെടാത്ത തീയും ചാവാത്ത പുഴുകുമുള്ള നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അഴിമതിക്കാരോട് നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന വി എസ് ഇപ്പോൾ ആ വി എസ് നിശ്ചലനായി മടങ്ങുകയാണ്. ചേതനയറ്റ ശരീരമാണ് വി എസിൻ്റെതെങ്കിലും ആ മുഖത്തൊരു പ്രസന്നതയുണ്ട്. ഓരോ മനുഷ്യരും കുഞ്ഞുകുട്ടികളെ എടുത്ത് കാണിക്കുന്നു, ഇതാണ് അച്ചുമാമ, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പോരാട്ടം അസാധാരണമായ പോരാട്ടമായിരുന്നു. 4ാം ക്ലാസ്സിൽ കളർ കോഡ് പഠിക്കാൻ പോകുമ്പോൾ ഒരു അരഞ്ഞാണപ്പിടിയിൽ തുടങ്ങിയതാണ് ആ പോരാട്ടത്തിൻ്റെ ചരിത്രം. അന്ന് അച്ഛൻ കൊടുത്ത ആദ്യത്തെ ആയുധം അരഞ്ഞാണമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് വി എസിൻ്റെ ആയുധം ജനങ്ങളുടെ ഹൃദയവും ജനങ്ങളുടെ വിശ്വാസവുമായിരുന്നു. ആ വിശ്വാസം രാഗി മിനുക്കിയെടുത്താണ് ഈ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിച്ച് ഈ ഘട്ടം വരെയും എത്തിയത്.